എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഒരു പച്ചടി തയ്യാറാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തു. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ഞെട്ട് മുറിച്ചെടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൽ കൊഴുപ്പ് കൂടുതലാവും വെള്ളം കയറിയിട്ട്. നമ്മൾ വെണ്ടയ്ക്ക ഈ ഒരു കനത്തിൽ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഡാർക്കായിട്ട് പിന്നെ മുരിഞ്ഞ് ഇതാവണ്ട, ആ ഒരു പച്ച കളറ് നഷ്ടപ്പെടുത്താതെ, വെണ്ടയ്ക്കയുടെ പച്ച കളറ് നഷ്ടപ്പെടുകയും ചെയ്യരുത്. എന്നാൽ ആ കൊഴുപ്പ് പോകാനായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ വെണ്ടയ്ക്ക ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2-3 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് എന്താ പറയുക മൂത്ത് വരട്ടെ. ആ ഒരു എന്താണ് ഗ്രീൻ കളറ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ചിലരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് ഷെയ്ഡിൽ ഇത് കുക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇത് കാണാനും കഴിക്കാനുമായിട്ട് നമുക്കത് അത്ര ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പച്ച കളറ് പോയത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് തയ്യാറാക്കാം. ഒരുപക്ഷെ കൊഴുപ്പായതുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വെജിറ്റബിളാണ്. പക്ഷേ നല്ല നല്ല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു 1/4 മുറി തേങ്ങയും അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഒഴിച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാനൊന്ന് നല്ലൊരു എന്താ പറയുക നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഒന്ന് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തൈരും കൂടി വേണം കേട്ടോ. നല്ല കട്ട പുളിയുള്ള കട്ട തൈര്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ കടുകും കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് ഒത്തിരി അരയണ്ട, അതുകൊണ്ടാണ് തേങ്ങ അത്യാവശ്യം അരഞ്ഞതിന് ശേഷം കടുക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അത് അത്യാവശ്യം നമ്മളെ വെണ്ടയ്ക്കൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കടുകും തേങ്ങയും ജീരകം കൂടി അരച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നല്ല പുളിയുള്ള നല്ല കട്ട തൈര്, നമുക്ക് എത്രത്തോളം എമൗണ്ട് തൈര് വേണോ ആ തൈര് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു തേങ്ങയും ഒക്കെ ചേർത്ത ഈ ഒരു വെണ്ടയ്ക്കേൻ്റെ കൂട്ടിലേക്ക് തൈരും കൂടി ചേർത്ത് അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസാധ്യ ടേസ്റ്റാണ്. ഈ വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് കറിയൊന്നും അധികം പെട്ടെന്ന് നമുക്കൊരു എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒക്കെ വേഗം ഒന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ പച്ചടി റെഡി ആയി കഴിഞ്ഞ് ഇനി അതിലേക്ക് ഒരു താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എന്താ പറയുക ചെറിയുള്ളിയും കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ചേർത്തപ്പോഴത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.